കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയ്ക്ക് ആദിവാസി കുടിയിറക്കലിന്റെയും ബ്രാഹ്മണാധിപത്യത്തിന്റെയും ചരിത്രമുണ്ട്. തന്ത്രി സമൂഹവും പന്തളം മുൻ രാജകുടുംബവും സവർണ ജനസമൂഹങ്ങളും ആവർത്തനമാണ് ശബരിമല. ആദിവാസികളുടെ ഭൂമിയും ചരിത്രവും സംസ്കാരവും എങ്ങനെയാണ് ബ്രാഹ്മണാധിപത്യ അധികാരഘടനയ്ക്ക് അടിമപ്പെട്ടത് എന്നതിന്റെ നേർചിത്രം കൂടിയാണ് ശബരിമല. 1904 ഗോത്രാചാരം നിലനിന്നിരുന്ന ശബരിമല ബ്രാഹ്മണാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും വിധേയമാകുന്നത്. തുടർന്നാണ് തദ്ദേശീയരായ ജനത അവിടെ നിന്നും കുടിയിറക്കപ്പെടുന്നത്. പന്തളം രാജാവല്ല ഈ കാടും ശബരിമലയും ഭരിച്ചിരുന്നത്. ഞങ്ങളുടെ ആളുകൾ തന്നെ, മലയരമാർ തന്നെ. അതിൻ്റെ ചരിത്രമുണ്ട്. ഈ 18 മലയും മലയേറിയ ആൾക്കാരായിരുന്നു, അരയന്മാരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവരാണ് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതാ ഞാൻ പറഞ്ഞു, 18 പടി 1-ാം പടി ഇട്ടിരിക്കുന്ന ആള് ഈ മലയേര വർഗത്തിൽപ്പെട്ടതാണ്. 1-ാം പടി ഇട്ടിരിക്കുന്ന കരിമല അരയൻ്റെ നാമധേയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അത് മൂളിക്കളഞ്ഞു. അരയനെ അവിടെ വെച്ച് തള്ളി. ഇനി അവിടെ അവർ പറയണം, അല്ലെങ്കിൽ രാജാവിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ റെക്കോർഡിങ് എടുക്കണം. അവസാന നാളുകളിൽ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്ന കല്ല് വരെ അവിടെയുണ്ട്. ശബരിമല എന്ന് പൊതുവിൽ വിളിക്കപ്പെടുന്ന നീലിമല, കരിമല, നാഗമല, തലപ്പാറമല, പൊന്നമ്പലമേട്, ശബരിമല തുടങ്ങിയ 18 മലകളിൽ പ്രാചീന കാലം തൊട്ടേ അധിവസിച്ചിരുന്നത് മലയരയരും മലപ്പണ്ടാരങ്ങളും ഊരാളികളും അടങ്ങുന്ന ആദിവാസി ജനസമൂഹങ്ങളാണ്. ശബരിമല എന്ന് ഇന്ന് അറിയപ്പെടുന്ന ക്ഷേത്രം മലയരയ സമുദായ ആരാധനാലയമായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി വാമൊഴി ചരിത്രവും രേഖകളും ഇപ്പോഴും അവിടെയുണ്ട്. 1950 ശബരിമലയിൽ നിന്ന് കുടിയിറങ്ങി പോകുന്നത്.